നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രശ്നം തന്നെയാണ്. അത് എങ്ങനെയാണ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കൂട്ടാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ച് 5000, 6000, 7000 mAh പവറുള്ള ബാറ്ററി വാങ്ങിയതിന് ശേഷം നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോഴേക്കും മേടിച്ചതിൻ്റെ പകുതി പെർഫോമൻസ് പോലും ഇല്ല. പണ്ട് 2 ദിവസം നിന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ ഒരു ദിവസം പോലും തികച്ച് നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പലർക്കും ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. കാരണം ബാറ്ററിയുടെ പെർഫോമൻസ് ദിനം ദിനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ റഫ് യൂസേജ് അനുസരിച്ച് തന്നെയായിരിക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ തന്നെ ഒരുപാട് മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ബാറ്ററി നശിക്കുന്നുണ്ട്, ബാറ്ററിയുടെ സെല്ലുകൾ നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാതെ നല്ല ക്ലീൻ ആയിട്ടൊരു ബാറ്ററി അങ്ങനെ സേവ് ചെയ്ത് മോർ പവർ നമുക്ക് എങ്ങനെ ഒരു ഫോണിൽ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാനും പോകുന്നത്. അപ്പോൾ ഈ ബാറ്ററി ചാർജിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാറ്ററി അങ്ങനെ കൂടുതൽ സേവ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഇനിയും കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നന്നായി ചാർജ് ചെയ്യാനുള്ള വേയെ പറ്റി ഞാൻ വേറൊരു വീഡിയോ കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യം, ഒരിക്കലും ബാറ്ററി തീരില്ല എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബാറ്ററി പവർ വളരെയധികം കുറച്ചാണ് കിട്ടുന്നതെങ്കിലും കുറേയും കൂടെ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാനുള്ള നല്ല നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി നാളെ ഫോൺ മേടിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ബാറ്ററിയുടെ സെല്ലുകൾ നശിച്ചു പോകാനും ബാറ്ററിയുടെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ നശിക്കാനും ചാൻസ് ഉള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫോണിൻ്റെ റഫായിട്ടുള്ള യൂസേജ് തന്നെയാണ്. നമ്മളാണെങ്കിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഫോൺ മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഇഷ്ടംപോലെ നന്നായിട്ട് പണിയുന്നു, ഗെയിം കളിക്കുന്നു, സിനിമ കാണുന്നു, ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. എല്ലാം ചെയ്തതിന് ശേഷം ബാറ്ററി നമ്മൾ 5% വരെയൊക്കെ ഇരുന്ന് പണിയുന്നു. പണിഞ്ഞ ശേഷം പിന്നെയും കുത്തിയിട്ട് 30 ആക്കുന്നു, പിന്നെ എടുത്ത് പണിയുന്നു. അങ്ങനെ ഭയങ്കര റഫായിട്ട് ആ ഫോണിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോണിൻ്റെ ബാറ്ററി തീരാനായിട്ട്, ബാറ്ററി നശിക്കാനായിട്ട് ഏറ്റവും മെയിൻ കാരണം ആ ഫോണിലുണ്ടാകുന്ന ആ ഒരു ഹീറ്റാണ്. ഹീറ്റ് കൂടുതലായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും അതിനായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററിയുടെ സെല്ലുകൾ വളരെ വേഗം നശിക്കാനും ബാറ്ററിയുടെ പെർഫോമൻസ് വളരെ പെട്ടെന്ന് കുറയാനും ഹീറ്റ് എന്ന് പറയുന്നതിന് കാരണമാണ്. കാരണം ബാറ്ററിയുടെ ഏറ്റവും മെയിൻ വില്ലൻ എന്ന് പറയുന്നത് തന്നെ ഹീറ്റാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ഒത്തിരി ഹീറ്റ് ആകാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുറേ യൂസ് ചെയ്തു, അപ്പോൾ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. ഇപ്പോൾ ഗെയിം കളിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗെയിം കളിച്ച ശേഷം ചൂടായി കഴിഞ്ഞ് കുറച്ച് നേരം ആ ഫോൺ അവിടെ വെക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഫോൺ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഫോൺ ഹീറ്റ് ആവുന്ന ബാറ്ററിക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ഫ്രീസർ വെച്ചു, ഭയങ്കരമായിട്ടുള്ള തണുപ്പും ഫോണിൻ്റെ ബാറ്ററിക്ക് പ്രശ്നം തന്നെയാണ്. അത് ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും പ്രശ്നമാണ്. മീഡിയം ടെമ്പറേച്ചറിൽ എപ്പോഴും ഫോണിൻ്റെ ബാറ്ററി കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പല കാര്യത്തിന് വേണ്ടി വൈഫൈ ഓണാക്കും, ബ്ലൂടൂത്ത് ഓണാക്കും, അതുപോലെ GPS ഓണാക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അവർ നമ്മളോട് ലൊക്കേഷൻ പെർമിഷൻ വേണം, അല്ലെങ്കിൽ ലൊക്കേഷൻ ഓണാക്കണമെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓണാക്കി. അതിനുശേഷം നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്യും. പിന്നെ ലൊക്കേഷൻ ഓണാക്കിയാൽ നമ്മൾ മറക്കത്ത് പോലുമില്ല. ബാറ്ററി ഡ്രെയിൻ ആയപ്പോൾ തന്നെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ GPS എപ്പോഴും നമ്മൾ ഓണാക്കിയിട്ടിരിക്കുകയാണ്. GPS എന്ന് പറയുന്ന സംവിധാനം ഓഫ്ലൈൻ ആണെങ്കിൽ പോലും മോളിൽ നിന്ന് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസൊക്കെ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ എപ്പോഴും നമ്മുടെ GPS ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്, നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ GPS എന്ന് പറയുന്ന സാധനം യൂസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫാക്കിയിടുക. അതുപോലെ തന്നെ വൈഫൈയും യൂസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫാക്കിയിടുക. ബ്ലൂടൂത്തും അതുപോലെ തന്നെ ഓഫാക്കിയിടുക. ഓഫാക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വൈഫൈ, ബ്ലൂടൂത്ത്, GPS ഇതൊക്കെ ഓണാക്കിയിട്ടിരുന്നതാണെങ്കിൽ നമ്മളത് ഓഫാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഓഫാക്കി. അപ്പോൾ ഈ ബ്ലൂടൂത്ത് കിടന്ന് എപ്പോഴും വർക്ക് ചെയ്യുകയാണ്. കാരണം ആ ഒരു ബ്ലൂടൂത്തിന് ഡിവൈസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈഫൈ അതുപോലെ തന്നെയാണ്, ഇങ്ങനെ ഷെയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ GPS കണക്റ്റഡ് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ബാറ്ററി നമ്മുടെ ഫോണിൽ നിന്നും വലിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടേക്കുക. മൊബൈൽ ഡേറ്റയും അതുപോലെ തന്നെയാണ്. മൊബൈൽ ഡേറ്റ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ചാർജ് വലിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ആ ഒരു റേഞ്ച് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഡേറ്റ എപ്പോഴും കണക്റ്റ് ആയിരിക്കുമ്പോൾ സംഭവം നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരും, എപ്പോഴും വലിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പലരും അങ്ങനെ തന്നെയാണ്. മൊബൈൽ ഡേറ്റ ഒരിക്കലും ഓഫ് ആക്കാറില്ല, എപ്പോഴും ഓണാക്കി കിടക്കും. പക്ഷേ അങ്ങനെ ഓണാക്കിയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ചു, അതിനുള്ള വർക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഡേറ്റ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം സ്ക്രീൻ ഓഫാക്കി അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൊബൈൽ ഡേറ്റ ഇങ്ങോട്ട് ഓഫ് ആക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരുപാട് ബാറ്ററി സേവ് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് വൈഫൈ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വൈഫൈ തന്നെ എപ്പോഴും തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മിനിമലായിട്ട് മാത്രം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം മൊബൈൽ ഡാറ്റ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും റേഞ്ചിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിലുള്ള സെൻസേഴ്സ്, ഡാറ്റ സെൻസേഴ്സ് ആ ഒരു സിഗ്നലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല റേഞ്ചുള്ള ഇടത്തൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഇളവുണ്ടെന്ന് പറയാം. ഇപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു റേഞ്ച് പിടിക്കാൻ വേണ്ടി ഈ ഒരു ഫോൺ കിടന്ന് ആ ഒരു ഫോണിൻ്റെ സെൻസർ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറഞ്ഞ റേഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് ഒരുപാട് ബാറ്ററി കൺസ്യൂം ചെയ്യും. കാരണം ഇതിനുള്ള പവർ എല്ലാം എടുക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന സംവിധാനം മാക്സിമം ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഫോണിൽ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ അത് ഓഫാക്കി വെക്കാനും മറക്കാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും നല്ല റേഞ്ച് ഉണ്ട്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ റേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ തന്നെ ഈ വൈഫൈയുടെയും മൊബൈൽ ഡാറ്റയുടെയും സിഗ്നൽസൊക്കെ ഓഫായി പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത് മെയിൻ ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ പലരും ഉപയോഗിക്കുന്ന ബ്രൈറ്റ്നസ് ഒക്കെ ഫുൾ ഇട്ടിട്ടായിരിക്കും ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോൺ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ഒക്കെ മിനിമം ഒരു 30-40 അല്ലെങ്കിൽ അതിനും താഴേക്ക് നമ്മുടെ കണ്ണിന് എങ്ങനെ പറ്റുമോ ആ ഒരു പല ഫോണിനും പല റേഞ്ചായിരിക്കും ഈ ഒരു ബ്രൈറ്റ്നസിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വയ്ക്കുക. ഉറപ്പായിട്ടും 50-ന് മുകളിലേക്കൊന്നും നമ്മുടെ മുറിക്കകത്തൊക്കെ ആണെങ്കിൽ 30-ന് താഴേക്കായാലും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയാണെങ്കിൽ അത്യാവശ്യം ഒരു 70-75 റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഫോണിലുള്ള സംവിധാനങ്ങളൊക്കെ എപ്പോഴും തന്നെ കാണാൻ സാധിക്കും. എപ്പോഴും ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യാനായിട്ട് ഈ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാൾപേപ്പേഴ്സും കൂടുതലായിട്ട് നിങ്ങൾ ഡാർക്ക് വാൾപേപ്പറൊക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ ഡാർക്ക് വാൾപേപ്പർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടുന്നത് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും. കാരണം ഈ ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയുടെ കാര്യം എന്ന് പറയുന്നത് കൃത്യം ബ്ലാക്ക് നല്ല പ്യുവർ ബ്ലാക്ക് ആയിരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേയുടെ ഭാഗത്ത് അതിൻ്റെ പിക്സൽസ് ഓഫ് ആയിരിക്കും. അവിടെ ഡിസ്പ്ലേ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു ചെറിയ പിക്സലിന് വേണ്ടി വരുന്ന ചാർജ് അവിടെ ഇല്ലാതാകുന്നു. അപ്പോൾ മൊത്തം ബ്ലാക്ക് ആക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ മൊത്തം സ്ക്രീനും ആ ഒരു ഡിസ്പ്ലേ ലൈറ്റ് ഇല്ല. അപ്പോൾ അതിനുള്ള ബാറ്ററി നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. പക്ഷേ സാധാരണ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അങ്ങനെ വലിയ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഡാർക്ക് വാൾപേപ്പേഴ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അത്യാവശ്യം വൈറ്റ് കളർഫുള്ളായ സംഭവങ്ങളൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ ബാറ്ററി ലാഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മെയിൻ കാര്യം ഉറപ്പായിട്ടും ലൈവ് വാൾപേപ്പേഴ്സൊക്കെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. സംഭവം നല്ല അടിപൊളിയാണ്. പക്ഷേ ബാറ്ററി സേവ് ചെയ്യണമെന്നുള്ളവർ ലൈവ് വാൾപേപ്പേഴ്സ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബാറ്ററി സേവ് ചെയ്യാനായിട്ട് നല്ലത്. അടുത്ത അഞ്ചാമത്തെ കാര്യമാണ് സൗണ്ട്സ്, അതുപോലെ തന്നെ വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ചെറിയൊരു മോട്ടർ കിടന്ന് വിറയ്ക്കുന്നതാണ് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മുടെ സാധാരണ ബാക്കി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല പവർ വേണം. അത് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാലും മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ. കാരണം മോട്ടർ വിറയ്ക്കുന്നത് ഫോൺ കിടന്ന് വിറയ്ക്കുന്നതിന് ബാറ്ററിയുടെ നല്ല രീതിയിലുള്ള കൺസപ്ഷൻ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോൺ വൈബ്രേറ്റ് മോഡിൽ മാക്സിമം ഇടാതെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് മ്യൂട്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ സൗണ്ട് ഓൺ ആക്കി ഇടുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതിനുള്ള വൈബ്രേറ്റ്, അതുപോലെ തന്നെ ടച്ച് വൈബ്രേറ്റ് അതെല്ലാം ഓഫാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിലർ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു കീപാഡ് ഉണ്ടല്ലോ, കീപാഡിൽ സൗണ്ട് ഓൺ ആക്കിയിട്ട്. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കീക്കി നല്ല ഒച്ചയൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അതൊക്കെ ഓഫാക്കിയിടുക. അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ബാറ്ററി വേണമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവരൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാവുന്നതാണ്, അത് പ്രശ്നമല്ല. അപ്പോൾ സൗണ്ടൊക്കെ ഓഫാക്കിയിടുക. അതുപോലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഓഫാക്കിയിടുക. വൈബ്രേഷൻ ആവശ്യമില്ലാത്തതൊക്കെ ഓഫാക്കിയിടുക. അതുപോലെ തന്നെ അങ്ങനെ കോൾ വൈബ്രേറ്റ് ആക്കിയിടുന്ന അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം വൈബ്രേറ്റ് മോഡിലാക്കിയിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എനിക്ക് പറയാനുള്ള. മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കുറച്ച് വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അടുത്ത ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. കാരണം ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിൽ വരുന്ന ആഡ്സും ഒക്കെ നല്ല രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ഫ്രീ അല്ലാത്ത എന്തെങ്കിലും ഒരു പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ മോഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ പരസ്യമുണ്ടെങ്കിൽ പരസ്യങ്ങൾ പറയുന്ന നല്ല രീതിയിൽ ബാറ്ററി വലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻസ് മാത്രം, നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ വല്ലപ്പോഴും മാത്രം ആവശ്യം വരുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെയൊക്കെ APK ഫയൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് തരിക. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക, അതിനുശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രം നമ്മുടെ ഫോണിൽ ഇടുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ റീസെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് എപ്പോഴും എല്ലാം പറയണം. അത് RAM
ക്ലിയർ ചെയ്ത് വെക്കാമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഫോണുകളൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എപ്പോഴും ഫോണിലെ റീസെൻറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പ് അല്ലെങ്കിൽ വേണ്ട യൂട്യൂബ് നമ്മൾ എടുത്തു, കുറച്ച് നേരം വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ആ ഒരു യൂട്യൂബ് അപ്പോൾ ക്ലിയർ ചെയ്തു, എന്നിട്ട് പിന്നെ യൂട്യൂബ് നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി, അത് ഓപ്പൺ ആക്കി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിന് ഫോണിന് കുറച്ചും കൂടെ ബാറ്ററി കൺസ്യൂം ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് റിസെൻറ്റിൽ കിടപ്പുണ്ടെങ്കിലോ അത് പെട്ടെന്ന് തന്നെ ലോഡായി വരുന്നതുകൊണ്ട് ബാറ്ററിക്ക് കൺസംഷൻ കുറയുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ചോദിക്കുക അപ്പോൾ റാമിൽ ഭയങ്കര സ്റ്റോറേജ് ആവത്തില്ലെന്ന്. ഇപ്പോഴുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റാം ഉണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പോലും ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് അപ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ റാമിനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം റിസെൻറ്റ് ടാപ്സ് ക്ലിയർ ചെയ്യുന്നത് കുറയ്ക്കുക എന്ന് വെച്ചാൽ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് കളയണം. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈ റിസെൻറ്റ് ആപ്സ് ഒന്നും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആപ്ലിക്കേഷൻ എല്ലാം ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതുപോലെ തന്നെ പരസ്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഇടുന്നു വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. പക്ഷേ അതിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വലിയ ഉപകാരമുള്ളൂ. നമുക്ക് സാധാരണ അത്യാവശ്യമുള്ളത് ജിമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് ഓഫ് ആക്കിയിടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓഫ് ആക്കി ഇടുകയാണെങ്കിൽ ഈ ഓരോ നോട്ടിഫിക്കേഷനും വരുമ്പോഴും ഉള്ള ആ ഒരു ചാർജ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്ക്രീൻ വേക്കപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഓഫ് ആക്കിയിടുന്ന ബാറ്ററി കൺസംഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഏഴാമത്തെ കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ എല്ലാ ഫോണിലും തന്നെ ഇപ്പോൾ ബാറ്ററി സേവർ സംവിധാനമുണ്ട്. ഇപ്പോൾ ഈവൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പോലും അതിൻ്റെ സ്വന്തം ബാറ്ററി സേവർ ഉണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി സേവർ നിങ്ങൾ എപ്പോഴും തന്നെ ഓൺ ആക്കി ഇടാൻ ശ്രമിക്കുക. അങ്ങനെ ഓൺ ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആനിമേഷൻസ് ഒക്കെ ഓഫ് ആക്കി കളയും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ ഓൺ ആക്കിയിട്ട് ഒരു ദിവസം ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ സാധാരണ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഓഫ് ആക്കി ഇടുക. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ബാറ്ററി സേവർ ഓൺ ആക്കി ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എട്ടാമത്തെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ തുടരെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർക്കും ഇവർക്ക് പ്രാന്താവണമെന്ന്. ഫേസ്ബുക്ക് ആണെങ്കിൽ അതുപോലെ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആണ്. എല്ലാ ദിവസവും 10, 20, 30, 40 MB അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. പക്ഷേ എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് വരുന്നത് ഓരോ അപ്ഡേറ്റിലും ഇതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസും അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ്സ് ദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനും കീപ് സേഫ്, എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ചെയ്ത് എല്ലാ ദിവസവും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെക്യൂർ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒമ്പതാമത്തെ കാര്യം എൻ്റെ സ്വന്തം കാര്യമാണ്. അതായത് നിങ്ങളൊരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഒരു 5000 mAh ഉണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് ഒരു കൃത്യസമയത്ത് ബാറ്ററി റീചാർജ് ചെയ്യുക. ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പിറ്റേ ദിവസം ആ സമയം ആകുന്നോണം വരെ മാക്സിമം ബാറ്ററി തീരാതെ നോക്കുക. ആ 30 താഴേക്ക് അല്ലെങ്കിൽ 20 താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചാർജിലാണ് ഇടാൻ തന്നെ ശ്രമിക്കുക. പക്ഷേ മാക്സിമം നിങ്ങൾ ഇന്നലെ ചാർജ് ചെയ്ത ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ ഉപയോഗിക്കാതെ തിരുന്നിട്ടൊക്കെ ആയാലും ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ബാറ്ററി റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടെ നമ്മുടെ ഒരു യൂസേജും കുറയും. അതുപോലെ തന്നെ ഈ കൺസംപ്ഷൻ ടൈം ടേബിൾ വരുമ്പോൾ കൃത്യം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കിട്ടാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്, ഞാൻ കൃത്യമായിട്ടല്ല ഓരോ ടൈം ടേബിൾ അനുസരിച്ചാണ് ചെയ്യാറുള്ളത്. കൃത്യം സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസവും ആ സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും ദിവസം ഒരു ബാറ്ററി നമുക്ക് തുടർച്ചയായിട്ട് ആ ഒരു പെർഫോമൻസ് കുറയാതെ നിൽക്കാൻ ഇതും സഹായിക്കുന്നതായിരിക്കും. അടുത്ത 10ാമത്തെ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒരു തരത്തിലും നിങ്ങൾ ഭയങ്കരമായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവുകയാണ്. നമ്മൾ ചുമ്മാ വെച്ചാൽ പോലും ഭയങ്കര ബാറ്ററി ഡ്രെയിനാണ്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, ബ്രൈറ്റ്നസ് കുറച്ചിരിക്കുകയാണ്, ഡാർക്ക് മോഡ് ഇട്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. പക്ഷേ ഭയങ്കര ബാറ്ററി വിലയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റോർട്ട് ചെയ്യുക, ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടേക്കാം, കാരണം ഭയങ്കര ബാറ്ററി വിലയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ സംവിധാനം ഇപ്പോൾ എല്ലാ ഫോണുകളും തന്നെ ഉണ്ട്. ആ ഒരു ഫോക്കസ് മോഡ് ഇട്ട് കഴിയുകയാണ് നമുക്ക് ആ ഒരു ഫോക്കസ് മോഡിൽ പ്രത്യേകം ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫോക്കസ് മോഡ് ഓൺ ആക്കി എടുക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓഫായി പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ബാറ്ററി സേവർ പോയി നോക്കുകയാണെങ്കിൽ അവിടെ അറിയാം ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റൺ ആയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഫോക്കസ് മോഡിലിട്ട് ഓഫ് ആക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല, ഓപ്പൺ ആക്കാൻ സാധിക്കത്തില്ല. ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഫോക്കസ് മോഡ് ഓഫ് ആക്കിയിട്ട് ഈ ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഓഫായി പോകും. അങ്ങനെ ചെയ്താലേ ആപ്ലിക്കേഷൻ ഓഫ് ആകത്തുള്ളൂ. നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ആക്കി വെച്ചാലോ ഫോൺ ലോക്ക് ആക്കി വെച്ചാലോ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഫോക്കസ് മോഡ് ചെയ്തില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വളരെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നിങ്ങൾ മൊബൈലിനെ സ്നേഹിക്കാൻ നല്ല രീതിയിൽ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബാറ്ററി വേണമെന്നുള്ളവർ ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാറ്ററി പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ടാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഒരു നല്ല രീതിയിൽ ബാറ്ററി ചാർജ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മാക്സിമം ബാറ്ററി യൂസ് ചെയ്യുക, മാക്സിമം ബാറ്ററി സൈക്കിൾസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബാറ്ററിയുടെ പെർഫോമൻസ് കുറയാതെ ശ്രദ്ധിക്കുക. എന്തൊക്കെ പറഞ്ഞാലും 2-3 വർഷം കഴിയുമ്പോൾ ബാറ്ററിയുടെ പെർഫോമൻസ് കുറയും. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കുക. ഒരിക്കലും ഫോൺ റഫായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ വേണം ഈ വീഡിയോ ഇവിടം വരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ആക്കിയിടാനും മറക്കരുത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ കുറച്ചുകൊണ്ട് റീച്ച് കിട്ടാനത് സഹായിക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.